തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്ക് ചിരിക്കാൻ ഒരു വകയാണ് റോഡ് മുഴുവനും ഉള്ളത്. വലിയ ഫ്ലെക്സുകളാണ് റോഡിൽ എങ്ങും. മോദിജി മോദിജി അത് തന്നെ മൊത്തം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ട്രോളുകൾ മുഴുവൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയും കേന്ദ്രവും പത്രങ്ങളിൽ നൽകിയ പരസ്യത്തെ കുറിച്ചാണ്. പത്രങ്ങളിൽ നൽകിയ പരസ്യങ്ങളിൽ മുഴുവൻ എന്റെ വില എന്റെ ഫിഗർ എന്ന് പറയുന്നത് പോലെ മോദിയുടെ ചിത്രം മാത്രമാണ് ഉള്ളത്. പൊന്നിരിക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കും പോലെയാണ് ഇപ്പോൾ ഈ മോദിജിയുടെ അവസ്ഥ തന്നെ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആശയം രൂപപ്പെട്ടത് 1996 നയനാരുടെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ്. 2010 മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ പദ്ധതിക്ക് തറക്കല്ലിട്ടതോടെ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്കുള്ള സഞ്ചാരം തുടങ്ങി. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പദ്ധതിക്ക് പുതുജീവൻ വെക്കുകയായിരുന്നു. തുടർന്ന് ഇടവേളകളില്ലാത്ത നിരന്തരം പരിശ്രമം. ഒടുവിൽ എല്ലാ വെല്ലുവിളികളും ഒറ്റക്കേറ്റെടുത്ത് ഇടത് സർക്കാർ പദ്ധതി ട്രാക്കിൽ കയറ്റിയപ്പോൾ പൊട്ടി മുളച്ചതുപോലെ ദാ വരുന്നു മോദി അണ്ണനും പിള്ളേരും. എന്താ എന്ന് ചോദിച്ചാൽ ഏതാ എന്ന് തിരിച്ചു ചോദിക്കുന്ന ജിക്ക് വിഴിഞ്ഞം പദ്ധതി എന്താണ് എന്നെങ്കിലും അറിയുമോ എന്നത് തന്നെ ആൾക്കാർക്ക് സംശയമാണ്. കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുമ്പോഴും ജിയുടെ ഷോയ്ക്ക് മാത്രം ഒരു കുറവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിലെ നേർസാക്ഷ്യമാണ് കേന്ദ്രത്തിന്റെയും ബി.ജെ.പിയുടെയും പരസ്യങ്ങൾ തന്നെ. ഇത്രയും കഷ്ടപ്പെട്ട് പൂർത്തിയാക്കിയ വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് പോയിട്ട് പരസ്യത്തിന്റെ ഒരറ്റത്ത് പോലും കേരള സർക്കാരിന്റെയോ പിണറായി വിജയന്റെയോ പേര് പോലും ഇല്ല. പകരം എല്ലായിടത്തും നന്ദി മോദി നന്ദി മോദി എന്ന ഒരൊറ്റ വാക്യം മാത്രം. എല്ലായിടത്തും മേരെ പ്യാരെ ദേശവാസിയും എന്ന് മാത്രം പറഞ്ഞിരുന്ന ജി ഡയലോഗിൽ ചെറിയ മാറ്റം വരുത്തി എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മേരെ പ്യാരെ ദേശവാസിയും എന്ന ഡയലോഗിന് പകരം നന്ദി മോദി എന്നായിട്ടുണ്ട്. മുദ്ര ശ്രദ്ധിക്കണമെന്നാണല്ലോ ഡാൻസ് മാസ്റ്റർ വിക്രം പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യത്തിൽ എത്തിയപ്പോൾ മോദിക്ക് നന്ദി പറയുന്നത് എന്തിനാണ് എന്ന് മാത്രം ആർക്കും എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. വിഴിഞ്ഞം പദ്ധതി നടത്തുന്നതിനുള്ള കേന്ദ്ര വിഹിതം മോദി സർക്കാർ നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല, നൽകിയ കുറച്ച് ഫണ്ട് പലിശയും കൂട്ടുപലിശയുമായി കേന്ദ്രം തിരികെ വാങ്ങുകയും ചെയ്തു എന്നുള്ളത് പുറത്തറിഞ്ഞിട്ട് പോലുമില്ല. വളർന്നു വരുന്ന ചെടി വെട്ടിയും വെള്ളം കൊടുക്കാതെയും നശിപ്പിച്ച് കളയാൻ ശ്രമിച്ചിട്ട് അത് വളർന്നു വന്ന് കഴിയുമ്പോൾ തണൽ കൊള്ളാൻ അതിന്റെ താഴെ പോയി നിൽക്കുന്നത് പോലെയാണ് മോദി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുടക്കാൻ പരമാവധി നോക്കിയിട്ടും പിണറായി സർക്കാരിന്റെ മാത്രം ഇച്ഛാശക്തിയോടെ പൂർത്തിയായ വിഴിഞ്ഞം പദ്ധതി വലിയ ഗമയിൽ വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരളവും മലയാളികളും നന്ദി മോദിജി എന്നായിരിക്കില്ല പറയുന്നത്. പകരം മീശ മാധവൻ സിനിമയിൽ ഹരിശ്രീ അശോകൻ സലീം കുമാറിനോട് ചോദിച്ചതുപോലെ ആരാ എന്നായിരിക്കും ചോദിക്കുന്നത് തന്നെ.